ശരി, കോള് തുടങ്ങും. അസ്സലാമലൈക്കും. ആരാ? സാറേ, ഞാൻ സെലീനയാ. ആ, ഏത്? ഇല്ലല്ലോ. മങ്ങാട്ട സെലീന. അറിയാ. എന്തായിരുന്നു? മനസ്സിലായോ? ആ, മനസ്സിലായി. എന്തായിരുന്നു? ഞാൻ വിളിച്ചത് നമ്മുടെ മോന്റെ ഒരു കാര്യം പറയാൻ വേണ്ടിട്ടായിരുന്നു. അവന് രാത്രി കിടന്നൊന്ന് കരച്ചില്ലാന്ന്, എന്തോ കണ്ടു പേടിച്ച പോലെ. എത്ര വയസ്സുണ്ട് മോന്? 8 വയസ്സ്. 8 വയസ്സ്. എത്ര ദിവസമായി തുടങ്ങിയിട്ട്? ഒരാഴ്ചയോളം ആയി. ഇടയ്ക്കിടയ്ക്കുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കുഴപ്പമില്ല. അപ്പൊ 2-3 ദിവസമായിട്ട് നല്ലതായിട്ട് പേടിച്ച് കരയുന്നുണ്ട്. രാത്രിയിലല്ലേ? രാത്രിയില്. പകലില്ല? പകലില്ല. നല്ലതായിട്ട് പേടിച്ച് കരയുന്നുണ്ട്. രാത്രിയിലല്ലേ? രാത്രിയില്. പകലില്ല? പകലില്ല. അന്നേരം ഞാനിപ്പോ കൈ വിളിച്ചപ്പോഴാ പറഞ്ഞത്, കുറച്ച് ദിവസം കൊണ്ട് പറയുന്നത്. ഇന്നലെയാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഉറക്കത്തില്. അന്നേരം ഇക്കായ പറഞ്ഞത് പിന്നെ സാറിനെ വിളിച്ചെന്ന് പറയാന്. ഞാൻ പേടിച്ചത് വല്ല ആയിരിക്കും തോന്നുന്നു. വന്നിട്ട് അതിനൊരു കാര്യം ചെയ്യും. ഞാന് രാത്രിയില കരയുന്നല്ലേ? രാത്രിയില. അപ്പൊ ഞാൻ രാത്രിയിൽ അങ്ങോട്ട് വന്നാലോ? വന്നേ അവന്റെ ഒരു ചരട് ഓതി, ഒരു ചരട് ഓതിച്ച് തരാം. അപ്പൊ അത് കെട്ടിയാണ്. അത് ഞാൻ പള്ളിയില് നിസ്കാരം കഴിഞ്ഞാണ് പോരാ. അവൻ എത്ര മണിക്കാ കിടന്ന് ഉറങ്ങുന്നേ? എത്ര മണിക്ക് കിടക്കും? 8-8:30 ആവും, ചിലപ്പോ 9 ആവും. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഞാൻ നിസ്കാരവും കഴിഞ്ഞാണ് പോരാ കേട്ടോ. പിള്ളാരല്ലേ ഒന്ന് അത് അവർ സ്കൂളിലൊക്കെ പോയിട്ട് വന്നപ്പം വല്ലതും കണ്ട് പേടിച്ചതായിരിക്കും. കുഴപ്പമില്ല കേട്ടോ. പിന്നെ പഠിക്കാനും ഒക്കെ അങ്ങനെ മാതിരിയാണല്ലോ. പഠിക്കാനും പിന്നെ പഠിക്കത്തൊന്നുമില്ല. അത് നമുക്ക് നോക്കാം. നമുക്ക് ഈ ചെറുതായിട്ട് നോക്കാം. ആദ്യം അവന്റെ കരച്ചിൽ നിൽക്കട്ടെ. സെലീനയ്ക്ക് രാത്രി കരച്ചിൽ വല്ലതും ഉണ്ടോ? അല്ല, ഉണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ സെലീനയ്ക്ക് ഒരു ചരട് ഞാൻ ജനിച്ചു തരാം. അത് അരയെ കിട്ടിയാ മതി. എനിക്കില്ല. മോന്റെ ഇല്ല, എനിക്കില്ല, കുഴപ്പമില്ല. അല്ല ഉണ്ട, ഞാൻ പറഞ്ഞത് നീ സെലീന ഒന്നും കണ്ടു പേടിച്ചൊന്നുമില്ലേ? ഞാനൊന്നും കണ്ടു പേടിച്ചില്ല. അല്ല, ഉണ്ടെങ്കിൽ ഞാൻ വരുന്ന കൂട്ടത്തില്, ഞാനേ ഇന്ന് വരുന്ന കൂട്ടത്തിൽ സെലീനായിക്കൂടെ ചരട് ഓതിത്തരാം. അത് വേണ്ട ആരെയും കെട്ടിത്തരികയും ചെയ്യാം ഞാൻ. അല്ല, ജമാല് പോയിട്ട് എത്ര നാളായി? പോയിട്ട് 1 വർഷമൊക്കെ ആയിരുന്നു. 1 വർഷം. 1 വർഷമായി. 2 വർഷം വരത്തില്ലല്ലോ അല്ലേ? എന്ത് വന്നാ ലീവ് കിട്ടുന്നതനുസരിച്ച് വരാമെന്ന് പറയുന്നു. ഇപ്പൊ ജോലി തിരക്കൊക്കെയാ. അതുകൊണ്ട് അപ്പൊ എന്തായാലും ഞാൻ വന്നിട്ട്, അല്ല സെലീനാക്ക് ഞാൻ കാര്യമായിട്ട് പറഞ്ഞു കേട്ടോ. മനസ്സിലായി. എന്തായാലും വരുന്നില്ലേ ഞാൻ അവിടെ? എന്നെ കൊണ്ട് കുഴപ്പമില്ല. അത് മതി. നമുക്ക് ആ സമ്മതം മതി. നമുക്ക് അല്ല, ഞാൻ പറഞ്ഞ മറ്റൊന്നും കൊണ്ടല്ല. ഞാൻ സെലീനയെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിലേക്ക് വരുമ്പോ ഞാൻ സെലീനയെ കണ്ടിട്ടുണ്ട്. സത്യം, സെലീനയെ പിന്നെ കണ്ട ആരായാലും ഒന്ന് നോക്കുമല്ലോ. സെലീന ഓയില് തലയിലല്ലേ ഇടത്തുള്ളൂ, ഫ്രണ്ടിലൊന്നും ഇടാത്തില്ലല്ലോ. സെലീനയുടെ മുന്നേക്കും പിന്നേക്കും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ അതിലെ വരുമ്പോ.
ഇങ്ങനെ നോക്കാതെ പോവാണ്. പിന്നെ ഞങ്ങള് മനുഷ്യരില്ലേ, ഞങ്ങൾ ഉസ്താദന്മാരെന്താ മനുഷ്യരല്ലേ? ഏ ആ ആ അപ്പം മാത്രമല്ല ഇപ്പം ജമാലും പോയിട്ട് ഇപ്പൊ ഒരു കൊല്ലമായില്ലേ? ആ ആ അറിയണ്ടായത്. പിന്നെ ഇത് ഇക്കായി വിളിച്ച് പറഞ്ഞിട്ടില്ലേ ഞാൻ ഇങ്ങോട്ട് വരുന്നേ? ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ടെങ്കിൽ ഓടിക്കും. അതൊക്കെ ഇതിനകത്തുള്ള എല്ലിയോ സെലീന? മനുഷ്യരൊക്കെ ഇതൊക്കെ ഇങ്ങനൊക്കെ എല്ലിയോന്ന് ഇത് പറയാണ്ട് പാടിക്കൊണ്ട് നടന്നിട്ടെങ്ങാണ്ടാണ് അല്ലേ? ഇപ്പൊ ഉസ്താദായാലും ഒരു അമ്പലത്തിന്റെ തിരുമേനി ആയാലും പള്ളിയിലെ ഒരു അച്ഛനായാലും ഞങ്ങളെല്ലാരും മനുഷ്യരല്ലയോ? ആ നിങ്ങളെ പോലുള്ള സ്ത്രീകളുടെ ഈ നൃത്തയും പോക്കും കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളും നിയന്ത്രണം ഞങ്ങളെ വിട്ടുപോകത്തില്ലേ? ഞാൻ പറഞ്ഞില്ലേ അത് 8 മണിയാകുമ്പോ കഴിയും. ബുധനാഴ്ച അല്ല അവന് ഉറങ്ങിക്കോട്ടെ, അവന് ഭക്ഷണം കൊടുത്തിരുന്ന് ഉറങ്ങുന്ന പോലെ ഉറങ്ങിക്കോട്ടെ കേട്ടോ. അവന് ഉറങ്ങിക്കോട്ടെ, അവനെ ഉണർത്തിരിക്കണ്ട കേട്ടോ. അവന് ഉറങ്ങിക്കോട്ടെ, അവനെ ഉണർത്തിരിക്കണ്ട, അവനെ ഉറങ്ങിക്കോട്ടെ. ഞാനിപ്പോ പള്ളിയുടെ പടിഞ്ഞാറ് വശം അവിടെ വാടകയ്ക്കാണ്. പള്ളിയുടെ ഒരു 1/2 കിലോമീറ്റർ തന്നെ ഉള്ളു. അതൊക്കെ മലപ്പുറത്താ. അതല്ലേ പറഞ്ഞത്, സെലീനായി ഇവിടെ തന്നെയാണ്, ഞാൻ ഇവിടെ തന്നെയാണ്. പിന്നല്ലാതെ അതല്ലേ ഞാൻ പറഞ്ഞ മനുഷ്യരില്ലയോ നമ്മളെല്ലാം? വീട്ടിലോറൊക്കെ ഉണ്ടോ? എന്തോന്ന്? വീട്ടിൽ വന്ന് ഓടുന്നോ? അവരെ ഓടുവോ? അങ്ങനെയാണോ? അവിടെ പകലൊക്കെ ആരെങ്കിലും ഒക്കെ വരും. അവരെ പേടിച്ചോ ചില പിള്ളേർ കുഞ്ഞുങ്ങളൊക്കെ കൈക്കുഞ്ഞുങ്ങളൊക്കെ ഇല്ലേ, കൈക്കുഞ്ഞുങ്ങളൊക്കെ ഇതുപോലെ കരച്ചിലും ഇതായിട്ട് വരും. ഞാൻ ചിലപ്പോൾ വെള്ളം ഊതി കൊടുക്കും, അല്ലെ ചിലരുടെ ഊതി കറുപ്പേരുടെ ഊതി കൊടുക്കും. ചിലര് കുപ്പിക്കകത്ത് വെള്ളമായിട്ട് വരും. അങ്ങനെ ഒരുപാട് വരുന്നുണ്ട്. പിന്നെ ഇത് മാത്രമല്ല, ഇപ്പൊ വൃക്ഷങ്ങൾ കായ്ക്കുന്നില്ല, അത് പുസ്തകത്തെ ഇച്ചിരി വെള്ളം ഊതി തരണം, അങ്ങനൊക്കെ ഇവിടെ വരുന്നുണ്ട്. പോയില്ലേ നാട്ടില്? ഞാൻ ഇപ്പൊ പോയിട്ട് 1.5 മാസമായി. വേറെ വിശേഷമൊന്നുമില്ല അവിടെ. എന്തായാലും വിശേഷം ഉണ്ടെ പെട്ടെന്ന് പോയില്ല, 2-3 മാസമൊക്കെ കൂടി ഇരിക്കുമ്പോഴേ പോകും. അപ്പൊ അവിടെ വേറെ ആരുണ്ട്? ഇവിടെ ആരുമില്ല, ഞാനും മോനേ ഉള്ളൂ. അതേ ഉള്ളല്ലേ? അപ്പൊ സൗകര്യമായല്ലോ, ചരട് ഓതാൻ സൗകര്യമായല്ലോ. അപ്പോഴേ അപ്പൊ ഞാന് പള്ളി പിരിഞ്ഞതിന് ശേഷം ഞാനങ്ങ് വരാം കേട്ടോ. അപ്പൊ ഇത്തിരി ചരട് മേടിച്ച് വെക്കുവോ, അതോ ഞാൻ മേടിച്ചോണ്ട് വരണോ? എന്തോ? ഞാൻ മേടിച്ചോണ്ട് വരാം അല്ലെങ്കിൽ? ഞാൻ മേടിച്ചോണ്ട് വരാം. ഞാൻ മേടിച്ചോണ്ട് വന്നേ ആ ചരട് ഊതി കെട്ട, അപ്പൊ അവനെ ഉറയിക്കോട്ടെ, അപ്പൊ കരയില്ലെന്ന് അറിയാമല്ലോ. അപ്പൊ മറ്റേത് പറഞ്ഞ അവിടെ നടക്കുമല്ലോ ചെയ്യും. പിന്നെ ആഗ്രഹിച്ചൊക്കെ ആയിരിക്കും വരുന്നത്. എന്തായാലും അത് മതി. അപ്പൊ എന്നാ ആയിക്കോട്ടെ.